ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 23:1 കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യെസ്, സ്നേഹമുള്ളവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. വളരെ സത്യമായ കാര്യമാണിത്. കാരണം മനുഷ്യരുടെ ഇടയിൽ രണ്ട് തരം ചിന്താഗതി ഉള്ളവരുണ്ട്. ഒരു കൂട്ടർ തങ്ങൾക്കുള്ളതിനെക്കുറിച്ച് എപ്പോഴും നന്ദിയോടെ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടിരിക്കും. തങ്ങളുടെ മക്കളില്ലാത്തവരുടെ സ്വപ്നമാണ് മക്കൾ, ഭവനമില്ലാത്തവരുടെ സ്വപ്നമാണ് തങ്ങൾക്കുള്ള ഭവനം, വാഹനമില്ലാത്തവരുടെ സ്വപ്നമാണ് നമ്മുടെ വാഹനം, ആരോഗ്യമില്ലാത്തവരുടെ സ്വപ്നമാണ് നമ്മുടെ ആരോഗ്യം. സ്നേഹമുള്ളവർ, ഇതുപോലെ എന്തിലും ഏതിലും പോസിറ്റീവായി കാണുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരുതരം ആൾക്കാർ. മറ്റൊരു കൂട്ടരുണ്ട്, തങ്ങൾ എന്തിനേയും ഏതിനേയും വിമർശിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും തങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് ദൈവത്തെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ആൾക്കാർ. മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും 2-3 സീകൾ ഒഴിവാക്കണം. എന്തെന്നല്ലേ? 1 കംപ്ലൈൻറ്റ്, 2 ക്രിറ്റിസിസം, 3 ക്രൈം. നമ്മൾ പലരെയും പലപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ മറ്റൊരു കൂട്ടർ എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും, വിമർശിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമതൊരു കൂട്ടർ ഇങ്ങനെയാണ്, അവർ എന്തിനും ഏതിനും ചുമ്മാ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഒന്നും ശരിയല്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിലേക്ക് ഫോക്കസ് കൊടുത്ത് തമ്പുരാൻ എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബൈബിളിൽ പലയിടത്തും നന്ദി പറയുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 10 രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ ഒരുവൻ മാത്രമാണ് വന്ന് തമ്പുരാന് നന്ദി പറഞ്ഞത്. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നതിനൊക്കെയും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങൾക്ക് ഉള്ളവന് വീണ്ടും നൽകപ്പെടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോനാഥ, ഞങ്ങൾക്ക് നീ തന്നതിനൊക്കെയും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മനോഹരമായി തീർക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.